പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് മാസം 29-ാം തീയതി വെള്ളിയാഴ്ച. അപ്പസ്തോല പ്രവൃത്തികൾ 20-ാം അധ്യായം 24-ാമത്തെ വാക്യം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ഈ വചനം പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എഫേസോസിലെ സഭാമൂപ്പന്മാരോട് വിട പറയുമ്പോൾ പറഞ്ഞതാണ്. തൻ്റെ ജീവിതത്തിൽ ബന്ധനങ്ങളും കഷ്ടപ്പാടുകളും കാത്തിരിക്കുന്നുവെന്ന് പൗലോസിന് അറിയാമായിരുന്നു. എങ്കിലും ഭയത്തോടെയോ നിരാശയോടെയല്ല അദ്ദേഹം സംസാരിച്ചത്, മറിച്ച് ദൈവം നൽകിയ ദൗത്യം പൂർത്തിയാക്കാനുള്ള ഉറച്ച തീരുമാനത്തോടെയായിരുന്നു. പൗലോസ് പറയുന്നു, എൻ്റെ ഓട്ടം തികയ്ക്കുവാനും എനിക്ക് എൻ്റെ ജീവൻ വിലയേറിയതായി തോന്നുന്നില്ല. ഇവിടെ പൗലോസ് തൻ്റെ ജീവിതത്തെ ഒരു ഓട്ടവുമായി ഉപമിക്കുകയാണ്. ഒരു ഓട്ടക്കാരൻ വിജയലക്ഷ്യത്തിലെത്താൻ പല കഷ്ടപ്പാടുകളും സഹിക്കേണ്ടതുണ്ട്. വഴിയിൽ ക്ഷീണം വരാം, വീഴ്ചകൾ ഉണ്ടാകാം, എതിരാളികൾ തടസ്സപ്പെടുത്താം. എന്നാൽ ലക്ഷ്യത്തിൽ കണ്ണുറപ്പിച്ചിരിക്കുന്നവൻ പിന്നോട്ട് പോകില്ല. അതുപോലെ ക്രിസ്തീയ ജീവിതവും ഒരു ആത്മീയ ഓട്ടമാണ്. പൗലോസിന്റെ ജീവിതത്തിൽ കേന്ദ്രം ക്രിസ്തുവായിരുന്നു. ഈ ലോകത്തിൻ്റെ സമ്പത്ത്, പ്രശസ്തി, സുരക്ഷ ഇവയൊന്നും അദ്ദേഹത്തിൻ്റെ പ്രഥമ പരിഗണനയല്ലായിരുന്നു. ദൈവം നൽകിയ ശുശ്രൂഷ പൂർത്തിയാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതം ദൈവഹിതം പൂർത്തിയാക്കാനുള്ള ജീവിതമാകണം എന്നതാണ്. ഈ വചനത്തിൽ നമുക്ക് 3 പാഠങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഒന്നാമത്, ദൈവം ഓരോരുത്തർക്കും ഓരോ ദൗത്യം നൽകിയിട്ടുണ്ട്. പൗലോസിന് സുവിശേഷം അറിയിക്കാനുള്ള ശുശ്രൂഷ ലഭിച്ചു. അതുപോലെ നമ്മിൽ ഓരോരുത്തർക്കും ദൈവം ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ചിലർക്ക് പ്രാർത്ഥനയുടെ ശുശ്രൂഷയായിരിക്കാം, ചിലർക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന ദൗത്യമായിരിക്കാം, ചിലർക്ക് സേവനം ചെയ്യാനുള്ള വിളിയായിരിക്കാം. ദൈവം നമ്മെ വെറുതെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ട്. രണ്ടാമത്, ഈ വചനം നമ്മോട് പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ ത്യാഗം ആവശ്യമാണ്. പൗലോസ് അനേകം കഷ്ടങ്ങൾ സഹിച്ചു. തടവ്, അടികൾ, നിരസനം, ഉപദ്രവം, അങ്ങനെ എന്തെല്ലാം. എങ്കിലും അദ്ദേഹം പിന്മാറിയില്ല. ഇന്നും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് ചിലപ്പോൾ പരിഹാസം, നഷ്ടം എന്നിവ നേടേണ്ടി വന്നേക്കാം. ദൈവത്തിന് വേണ്ടി സഹിക്കുന്നതൊന്നും വെറുതെ ആകുന്നില്ല എന്നത് ഓർക്കുക. മൂന്നാമത്, ജീവിതത്തിൻ്റെ വിജയം ദൈവഹിതം പൂർത്തിയാക്കുന്നതിലാണ് എന്ന് കാണും. ലോകം വിജയത്തെ പണത്തിലും സ്ഥാനത്തിലും അളക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ വിജയി ദൈവം ഏൽപ്പിച്ച ഓട്ടം വിശ്വസ്തയോടെ പൂർത്തിയാക്കുന്നവനാണ്. ജീവിതത്തിൻ്റെ അവസാനം, കർത്താവേ, നീ എന്നെ ഏൽപ്പിച്ചതെല്ലാം ഞാൻ വിശ്വസ്തയോടെ നിവർത്തിച്ചു എന്ന് പറയാൻ കഴിയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം. നാം നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. ഞാൻ എൻ്റെ ആത്മീയ ഓട്ടം വിശ്വസ്തയോടെ ഓടുന്നുണ്ടോ? ദൈവം നൽകിയ ദൗത്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പ്രതിസന്ധികൾ വന്നാൽ ഞാൻ പിന്നോട്ട് പോകുന്നുണ്ട്. പൗലോസ് നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ്. ജീവിതത്തിൻ്റെ മഹത്വം ദൈവഹിതം പൂർത്തിയാക്കുന്നില്ല. നമ്മുടെ ജീവിതം അതിനു വേണ്ടിയിട്ടുള്ളതായ ഒരുക്കം ആയിരിക്കട്ടെ. ദൈവം നൽകിയ ഓട്ടം വിശ്വസ്തയോടെ പൂർത്തിയാക്കാം. അതാണ് യഥാർത്ഥ വിജയം. പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതം നിന്റെ ദൗത്യം നിറവേറ്റുന്ന ഒരു അനുഗ്രഹീത യാത്രയാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പൗലോസിനെ പോലെ വിശ്വാസത്തോടും ധൈര്യത്തോടും ആത്മീയ ഓട്ടം പൂർത്തിയാക്കുവാൻ കൃപ നൽകണമേ. പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും പിന്നോട്ടില്ലാതെ നിന്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.